റംബൂട്ടാൻ്റെ കറി നമുക്കൊന്ന് കോരി ഓക്കെ എങ്ങനെയുണ്ട് പച്ചക്കറി. ഹലോ കൂട്ടുകാരെ, പൊന്നൂസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടിപൊളി പഴുത്ത റംബൂട്ടാൻ. അതുകൊണ്ട് ഒരു പച്ചക്കറി വെക്കാന്നുള്ള തീരുമാനത്തില്ല. നമുക്കത് പച്ചക്കറി എങ്ങനെ വെക്കുന്നത് നോക്കാം. ഞാൻ കുറച്ചേ വയ്ക്കുന്നുണ്ട്. ഇത്രയും കായ്ക്കുള്ള പച്ചക്കറി വയ്ക്കുന്നുണ്ട്. സ്റ്റൗ ഒന്ന് കത്തിക്കുക. സ്റ്റൗ കത്തിച്ച് ഇതിൻ്റെ റംബൂട്ടാൻ വേവിക്കാനായിട്ട് ചട്ടി അടുപ്പ് വെച്ച് കറിച്ചട്ടി വെച്ചിട്ട് നമ്മളുടെ റംബൂട്ടാൻ പൊളിച്ചത് ഇതിനകത്തോട്ട് ഇടുക. അതിന് വേണ്ടത് ഇപ്പോൾ തന്നെ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ അടുപ്പ് വെച്ച് അര സ്പൂണ് മുളക് പൊടി, പാകത്തിനുള്ള അര സ്പൂണ് ഉപ്പ് നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. അതൊന്ന് വേവാൻ വേണ്ടി ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. റംബൂട്ടാൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ശകലം മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ശകലം ഉപ്പ്, കൊച്ചുള്ളി അതുകൂടെ അതിനകത്തോട് ഇടും. പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നു അതൊരു 2-3 ഇടും. ഇത് കുറച്ചേ വെക്കുന്നുള്ളൂ, അതുകൊണ്ട് നമ്മളത് കുറച്ച് സാധനം ചേർക്കുക. അതൊന്ന് വെച്ച് അത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ഒന്ന് അടച്ച് വേകുന്നത്. കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ഇതെടുത്ത് മടക്കി വെക്കും. കാറ്റിരിക്കുക. ഓക്കെ, വേണ്ടതുകൊണ്ടാണ് നമ്മൾ 1 മുറി തേങ്ങ തിരുമ്മി നല്ലപോലെ വെച്ചേക്കുക. ചെറിയ ജീരകമുണ്ട്, ഇച്ചിരി ശകലം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുക. മിക്സിയിലിട്ട് അരയ്ക്കും. മിക്സിയിലിട്ട് അരച്ച് വയ്ക്കുക. വെള്ളം കുറച്ച് ഒഴിക്കാവും, അതനുസരിച്ച് അരപ്പ് വരും. നമുക്ക് നോക്കാം റംബൂട്ടാൻ എങ്ങനെയുണ്ട്. നല്ലൊരു മണമൊക്കെ മധുരത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഒന്ന് പറ്റണം, ശകലം പറ്റട്ടെ. ശകലം ഒന്ന് പറ്റിക്കോട്ടെ. നല്ല അതിൻ്റെ അത് അരപ്പൊഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും. ഇവിടെ വെള്ളം ഒഴിച്ചല്ലേ വേകാൻ വേണ്ടി. നമുക്ക് റംബൂട്ടാൻ എങ്ങനെയുണ്ട്? വെള്ളമൊക്കെ പറ്റി അതൊന്ന് വെന്ത് റെഡിയായി ഉണ്ട്. നമ്മൾ അരച്ച് തേങ്ങയും ജീരവും അരച്ച് കണ്ടേ ഈ പരിപാടിയിൽ നമ്മൾ അതിനകത്തോട് ഒഴിക്കും. ഇച്ചിരി വെള്ളം, ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മളിനി തീ കുറച്ച് വയ്ക്കുക, തിളയ്ക്കണ്ട. ഇനി അരപ്പൊഴിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറുണ്ണാനൊക്കെ നല്ല ടേസ്റ്റായി. നേരത്തെയൊക്കെ മാമ്പഴം പുളിശ്ശേരി കഴിച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു ഏകദേശം ടേസ്റ്റ് വരും. ഇത്രയും പിഴുപുളിയായിരുന്നു, പിഴുപുളി. ഇതിൻ്റെ മധുരം ആയതുകൊണ്ട് ഇച്ചിരി പുളി വേണ്ടേ. പച്ചക്കറിക്ക് എല്ലാവരും പുളി ചേർക്കുന്നത്. ഇവിടെ ഇതിനകത്ത് ശകലം പിഴുപുളി അങ്ങോട്ട് പിഴിഞ്ഞ് വയ്ക്കും. ആ പൊടിയോടെ ആകുമ്പോൾ നല്ല ഇത് വരും, നല്ല ടേസ്റ്റ് വരും പുളി. കറി ഏകദേശമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് ആകും. മാമ്പഴം പുളിശ്ശേരി കൂട്ടിയിരിക്കും. റംബൂട്ടാൻ ഇട്ട് കറി വയ്ക്കും. ചോറിൻ്റെ അങ്ങോട്ട് ഒഴിച്ച് അല്ലെങ്കിൽ വീടി. ഓക്കെ, ഇനി ഇതിന്ന് കടുവ നമുക്ക് ഇതിലോട്ട് സ്റ്റൗ ഒന്ന് കത്തിച്ച് സോസ് പാൻ്റെ കൊണ്ട് വയ്ക്കും. കടുവ ഇറക്കാൻ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് വയ്ക്കും. കുറച്ച് കടുവ കൊണ്ടിടും. കടുവ നല്ല പുറത്തുണ്ട്. നമ്മളിനി അതിനകത്ത് കൊച്ചുള്ളി ഇടും. കൊച്ചുള്ളി നമുക്ക് ഇട്ട് നല്ല ഒന്ന് നോക്കണം. ബ്രൗൺ കളറായോ അത് ഏകദേശമായി. നമുക്കതിനകത്ത് കരിയാപ്പില
എന്താണ്ട് ഇത് മുറിച്ച് വെച്ചിരുന്ന വറ്റൽമുളക്. പച്ചമുളക് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു, അതുകൊണ്ട് ലാസ്റ്റ് ഇട്ട് അതൊന്ന് മൂത്ത് കിട്ടിയാൽ തീ ഒന്ന് കുറച്ച് വയ്ക്കും. ലേശം മുളക് പൊടി അങ്ങോട്ട് ഒരു കളർ ഫുള്ളായിക്കോട്ടെ, അതാകുമ്പോൾ നല്ലതാണ്. കടുക് വറക്കുന്നതിൻ്റെ ഒക്കെ ഇച്ചിരി മുളക് പൊടി വെച്ചിട്ട് നമുക്കത് അങ്ങോട്ട് ഒഴിക്കാം. എൻ്റെ തൊട്ട് റംബൂട്ടാൻ കറി ഒരു 15 മിനിറ്റ് ആയുള്ളൂ. അത് അടിപൊളി കറിയായി. ഇളക്കുന്നുണ്ട്, കേട്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാവരും വീട്ടിൽ വെച്ച് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചോറിനാനൊക്കെ അടിപൊളി ഇതായിരിക്കും. റംബൂട്ടാനൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ടിരിക്കും. കറി നമുക്കൊന്ന് കോരി നോക്കാം എങ്ങനെയുണ്ട്. പച്ചക്കറി ചോറിൻ്റെ അകത്ത് ഒഴിച്ച് തന്നെ സൂപ്പർ അടിപൊളിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഇത് അടിപൊളിയായിരിക്കും. ചോറ് കഴിക്കാനൊക്കെ സൂപ്പറാണ് റംബൂട്ടാൻ വെച്ചുള്ള പച്ചക്കറി. ഇത് എളുപ്പം വഴിയുക. റംബൂട്ടാൻ പൊളിച്ച് അടുപ്പിലിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ച് പറ്റിച്ചെടുത്തിട്ട് തേങ്ങയും ജീരവും അരച്ച് ഇതിനകത്ത് ഒഴിക്കുക. ഒഴിച്ചിട്ട് അത് തിളച്ച് ഇച്ചിരി പിടിപുളിയും കൂടി ഒഴിച്ചിട്ട് കടുക് വറുത്തെടുക്കുക. അടിപൊളി കറിയാണ്. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like. എന്നിട്ട് നമ്മൾ റംബൂട്ടാൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ ബൈ. Catch me if I fall.